വിവാഹശേഷം ദമ്പതികളിൽ ആരെങ്കിലും അന്യരുമായി ലൈംഗിക ചുവയുള്ള അശ്ലീല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് ശരിയാണ്? ശരിയല്ല എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. എതിർക്കുന്ന ഉദാര ലൈംഗികവാദികളൊക്കെ ഉണ്ടാവും. അവരോടൊന്നും പറയാനില്ല. മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവം മാത്രം സൂചിപ്പിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ തന്റെ മുൻ കാമുകനുമായി അശ്ലീല വാട്സാപ്പ് ചാറ്റുകളിൽ ഏർപ്പെടുന്നത് ഭർത്താവ് കാണുന്നു. ഭർത്താവ് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ഭാര്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ഇനിയും തുടരും. എതിർക്കാൻ വന്നാൽ നിങ്ങളെ വ്യാജ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി തളയ്ക്കും എന്നാണ് ഭാര്യ ഭർത്താവിനോട് തിരിച്ചടിക്കുന്നത്. ഭർത്താവ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. ഭർത്താവിനെയും ഭാര്യയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഒരു സെറ്റിൽമെന്റ് ടോക്കൊക്കെ നടത്തിയതിനു ശേഷം ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് ഭാര്യയെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. പക്ഷേ ഭാര്യ പിന്നെയും ആ ബന്ധം തുടർന്നപ്പോൾ ഭർത്താവ് നേരെ ഫാമിലി കോടതിയിൽ പോയി ഇത് താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന മെന്റൽ ക്രൂവൽറ്റി ആണെന്നും അതിന്റെ ബേസിസിൽ തനിക്ക് ഡിവോഴ്സ് വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യ ഒരിക്കലും ഇതൊരു മെന്റൽ ക്രൂവൽറ്റിയുടെ ഭാഗമല്ല, യഥാർത്ഥത്തിൽ ഭർത്താവാണ് തെറ്റുകാരൻ, ഭർത്താവ് തന്റെ പ്രൈവസിയെ ലംഘിക്കുകയാണ്, തന്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുകയാണ്, കൂടാതെ തന്നെ ഫിസിക്കലി ഒരുപാട് ഉപദ്രവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മറുപടി നൽകി. പക്ഷേ ഓൺ റെക്കോർഡിലുള്ള എവിഡൻസുകൾ പരിശോധിച്ച ഫാമിലി കോടതി ഭർത്താവിന് അനുകൂലമായി ഡിവോഴ്സിന് വിധിക്കുകയാണ് ചെയ്തത്. ഈ വിധിയെ ചാലഞ്ച് ചെയ്തുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഭാര്യ പോവുകയുണ്ടായി. പക്ഷേ അങ്ങനെ പോയ സമയത്ത് ഈ തെളിവുകളെല്ലാം പരിശോധിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് വൈവാഹിക ബന്ധം നിലനിൽക്കെ വിവാഹത്തിന് ശേഷം മറ്റൊരു അന്യപുരുഷനുമായി ഇത്തരത്തിൽ അശ്ലീലകരമായ വാട്സപ്പ് ചാറ്റുകൾ നടത്തുന്നത് ഒബ്ജക്ഷനബിൾ ആണ് എന്നും ഭർത്താവ് വിലക്കിയതിനു ശേഷവും അത് തുടരുന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മെന്റൽ ക്രൂവൽറ്റി ആയി അത് പരിഗണിക്കാമെന്നും അതിന്റെ ബേസിസിൽ അയാൾക്ക് ഡിവോഴ്സ് നൽകാം എന്നുള്ളതുമാണ്. ആയതിനാൽ തന്നെ ഇത് ഒരിക്കലും ശരിയല്ല, നിയമപരമായും തെറ്റാണ് എന്നത് എല്ലാ ലൈംഗിക ഉദാരവാദികളും മനസ്സിലാക്കുക.